ഒരു സിനിമയ്ക്ക് വേണ്ടി തന്റെ ശമ്പളം വെറും $1 വെട്ടിക്കുറച്ച ഒരു മനുഷ്യൻ തന്റെ സിനിമയുടെ നല്ല പൂർത്തീകരണത്തിന് വേണ്ടി നൂറുകണക്കിന് പ്രാവശ്യം സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു മനുഷ്യൻ, നല്ല സിനിമയുടെ മികച്ച ദൃശ്യാവിഷ്കാരത്തിന് വേണ്ടി ക്യാമറ സാങ്കേതിക വിദ്യ തന്നെ വികസിപ്പിച്ച ഒരു മനുഷ്യൻ, തന്റെ സിനിമകൾ ലോകമെമ്പാടും $8 ബില്യൺ വാരിക്കൂട്ടുമ്പോഴും അഹങ്കാരത്തിന്റെ തലക്കനമില്ലാതെ ചിരിച്ചുകൊണ്ട് നിന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ പേരാണ് ജെയിംസ് കാമറൂൺ. 2 തവണ ലോകത്തിലെ എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ ഒരുക്കിയ ഒരേ ഒരു സംവിധായകൻ, ടൈറ്റാനിക്, അവതാർ. ഈ 2 സിനിമകൾ മാത്രം മതി അദ്ദേഹത്തിന്റെ പേര് ചരിത്രത്തിൽ എഴുതാൻ. എന്നാൽ ഇത്രയും വലിയ വിജയം നേടിയ ഈ മനുഷ്യൻ സിനിമ പഠിച്ച ആളല്ല, ഫിലിം സ്കൂളിൽ പോയ ആളുമല്ല, ഹോളിവുഡിൽ വലിയ ബന്ധങ്ങളുള്ള കുടുംബത്തിൽ ജനിച്ച ആളുമല്ല. എന്നിട്ടും അയാൾ ലോക സിനിമയുടെ ചരിത്രം മാറ്റിയെഴുതി. ആ നിശ്ചയദാർഢ്യത്തിന്റെ പേരാണ് ജെയിംസ് കാമറൂൺ. കാനഡയിലാണ് ജെയിംസ് കാമറൂൺ ജനിച്ചത്. അച്ഛൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു, അമ്മ ആർട്ടിസ്റ്റും നഴ്സുമായിരുന്നു. കുഞ്ഞ് ജെയിംസിന് ചെറുപ്പത്തിൽ കളിപ്പാട്ടങ്ങളോട് വലിയ താല്പര്യമായിരുന്നു. പക്ഷെ അവ വെച്ച് കളിക്കാനല്ല, അത് അഴിച്ചു നോക്കും, അതിലെ യന്ത്രങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അവൻ അറിയണം. സയൻസ് ഫിക്ഷൻ സിനിമകളോടും കഥകളോടും വലിയ താല്പര്യമായിരുന്നു. പുസ്തകങ്ങളും ബഹിരാകാശവും കടലിന്റെ അടിത്തട്ടും അതെല്ലാമായിരുന്നു അവന്റെ ലോകം. അന്ന് ആർക്കും അറിയില്ലായിരുന്നു ഈ കുട്ടിയുടെ സങ്കല്പങ്ങളാണ് പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ സിനിമകളായി മാറാൻ പോകുന്നതെന്ന്. ജെയിംസിന് 17 വയസ്സായപ്പോൾ കുടുംബം അമേരിക്കയിലേക്ക് താമസം മാറി. പുതിയ രാജ്യം, പുതിയ ജീവിതം. അവിടെ അയാൾ കോളേജിൽ ചേർന്നു. പക്ഷേ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ജീവിക്കാൻ പല ജോലികളും ചെയ്തു. ട്രക്ക് ഡ്രൈവർ, സ്കൂൾ ക്ലീനർ, മെഷീൻ ഓപ്പറേറ്റർ, അങ്ങനെ സാധാരണ ജീവിതം. പക്ഷെ ഒരു ദിവസം അയാളുടെ വിധി മാറി മറിഞ്ഞു. ജെയിംസ് കാമറൂൺ ഒരു സിനിമ കാണാൻ പോയി. ആ സിനിമയുടെ പേര് സ്റ്റാർ വാർസ്. ആ സിനിമ കണ്ട ശേഷം ജെയിംസ് ഒരു തീരുമാനമെടുത്തു, എടുക്കണം. ആ സ്വപ്നം ജെയിംസ് കാമറൂണിന്റെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ സ്വപ്നം കൊണ്ട് മാത്രം ഹോളിവുഡിൽ സംവിധായകനാകാൻ കഴിയില്ല. അതിനായി അവസരങ്ങൾ വേണം. ആ അവസരം കിട്ടാൻ അദ്ദേഹം ആദ്യം എത്തിയത് വലിയ സ്റ്റുഡിയോകളിലേക്കല്ല, പകരം വളരെ ചെറിയ ഒരു സ്റ്റുഡിയോയിലേക്കാണ്. അവിടെ സെറ്റ് നിർമ്മാണം, മിനിയേച്ചർ മോഡലുകൾ, അതിൻ്റെ നിർമ്മാണമെല്ലാം ആ ജോലികളിൽ മുഴുകി. സ്പെഷ്യൽ ഇഫക്റ്റുകളുടെ ചെറിയ ജോലികൾ ചെയ്തു. പലരും ആ ജോലിയെ നിസാരമായി കണ്ടു. പക്ഷേ ജെയിംസ് അങ്ങനെ കണ്ടില്ല. ഓരോ ദിവസവും അദ്ദേഹം ഒരു വിദ്യാർത്ഥിയെ പോലെ പഠിക്കുകയായിരുന്നു. ഒരു ദിവസം ഞാൻ സംവിധായകനാകും എന്ന ആത്മവിശ്വാസം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മൂലധനം. അധികം വൈകാതെ അദ്ദേഹത്തിന് ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ അവസരം ലഭിച്ചു. ആ സിനിമയുടെ പേര് പിരാന 2 ദ സ്പോണിംഗ്. ജീവിതത്തിലെ ആദ്യ സിനിമ. പക്ഷേ സംഭവിച്ചത് സ്വപ്നമല്ല, പേടി സ്വപ്നമായിരുന്നു. നിർമ്മാതാക്കളുമായി നിരന്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ. ഷൂട്ടിങ്ങിനിടെ തന്നെ അദ്ദേഹത്തിന്റെ അധികാരം നഷ്ടപ്പെട്ടു. സ്വന്തം സിനിമയുടെ എഡിറ്റിംഗ് റൂമിൽ പോലും കയറാൻ ജെയിംസ് കാമറൂണിന് കഴിഞ്ഞില്ല. സിനിമ ഇറങ്ങി, വലിയ പരാജയമായി. എല്ലാവരും ജെയിംസ് കാമറൂണിനെ ശപിച്ചു. ഇത് അവന്റെ അവസാനത്തെ സിനിമയാണ്. പക്ഷെ യഥാർത്ഥം അതായിരുന്നില്ല. അവിടെ നിന്നായിരുന്നു അയാളുടെ തുടക്കം. ആ സിനിമയുടെ വർക്കിനിടെ ഒരു ദിവസം ജെയിംസിന് കടുത്ത പനി പിടിച്ചു. ഉറക്കത്തിൽ അവൻ ഭയാനകമായ ഒരു സ്വപ്നം കണ്ടു. തീയിൽ നിന്ന് പുറത്തേക്ക് നടന്നു വരുന്ന ഇരുമ്പ് അസ്ഥികൂടമുള്ള ഒരു മനുഷ്യൻ, കണ്ണുകളിൽ ചുവന്ന തീ, നിർത്താതെ മുന്നോട്ട് വരുന്ന ഒരു യന്ത്രം. ആ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന ജെയിംസ് ഉടൻ പേപ്പർ എടുത്ത് ആ രൂപം വരച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നത്. ഭാവിയിൽ നിന്നൊരു കൊലയാളി റോബോട്ട് ഇന്നത്തെ ലോകത്തേക്ക് വന്നാൽ എന്ത് സംഭവിക്കും? ആ ഒറ്റ ചോദ്യം പിന്നീട് സിനിമാ ചരിത്രം മാറ്റി എഴുതി. ആ ആശയത്തിന്റെ പേരായിരുന്നു ദ ടെർമിനേറ്റർ. ഒരു പുതിയ സംവിധായകന്റെ കഥയിൽ പണം മുടക്കാൻ നിർമ്മാതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ ഒരു നിബന്ധന മുന്നോട്ട് വെച്ചു, ഈ സിനിമ മറ്റൊരാളെ കൊണ്ട് സംവിധാനം ചെയ്യിക്കാം. ജെയിംസ് കാമറൂൺ പറഞ്ഞു, ഒരിക്കലും നടക്കില്ല, ഈ സിനിമ ഞാൻ തന്നെ സംവിധാനം ചെയ്യും. അവസാനം ഒരു നിർമ്മാതാവ് മുന്നോട്ട് വന്നു, ഒരു വിചിത്രവാദവുമായി. കഥയ്ക്ക് $1 വില. ജെയിംസ് കാമറൂൺ തന്നെ സംവിധായകൻ. അയാൾ സമ്മതിച്ചു. പലരും ചോദിച്ചു, ജീവിതത്തിലെ ഏറ്റവും വലിയ ആശയം $1 എന്തിനു കൊടുത്തു? ജെയിംസിന്റെ മറുപടി വളരെ ലളിതമായിരുന്നു, എനിക്ക് പണത്തേക്കാൾ വലിയ സ്വപ്നമായിരുന്നു വേണ്ടിയിരുന്നത്. ആ തീരുമാനം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറി. ഹോളിവുഡിനെ ഞെട്ടിച്ച വിജയം. ദ ടെർമിനേറ്റർ റിലീസ് ചെയ്തു. ചെറിയ ബജറ്റ്, വലിയ താരങ്ങളൊന്നുമില്ല. പക്ഷെ പ്രേക്ഷകർ കണ്ടത് അവർ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു അനുഭവമായിരുന്നു. ആക്ഷൻ, സസ്പെൻസ്, സയൻസ് ഫിക്ഷൻ എല്ലാം ഒന്നിച്ചൊരു സിനിമ. ചിത്രം വമ്പൻ വിജയമായി. ലോകം ഒരു പുതിയ സംവിധായകന്റെ പേര് മനസ്സിലാക്കി, ജെയിംസ് കാമറൂൺ. ടെർമിനേറ്റർ വിജയിച്ചതോടെ ഹോളിവുഡിലെ വലിയ സ്റ്റുഡിയോകൾ അദ്ദേഹത്തെ തേടിയെത്തി. അടുത്തതായി അദ്ദേഹത്തിന്റെ കയ്യിലെത്തിയത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. റിഡ്ലി സ്കോട്ടിന്റെ ക്ലാസിക് ചിത്രമായ എലീന്റെ 2ാം ഭാഗം. പലരും പറഞ്ഞു ആദ്യ സിനിമയെ മറികടക്കാൻ കഴിയില്ല. പക്ഷേ ജെയിംസ് കാമറൂൺ വീണ്ടും എല്ലാവരെയും ഞെട്ടിച്ചു. അദ്ദേഹം ഒരു ഹൊറർ സിനിമയെ അതിശക്തമായ ഒരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ അനുഭവമാക്കി മാറ്റി. എലീൻസ് വലിയ വിജയമായി. ഓസ്കാർ പുരസ്കാരങ്ങളും നേടി. ഹോളിവുഡ് ഒന്നടങ്കം ജെയിംസ് കാമറൂണിനെ അഭിനന്ദിച്ചു.
അവർ പറഞ്ഞു, ഇയാൾ വെറും ഒരു സംവിധായകനല്ല, സിനിമയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ കെൽപ്പുള്ളവനാണ്. ആ സമയം ജെയിംസ് കാമറൂണിന്റെ മനസ്സിൽ മറ്റൊരു ഭ്രാന്തൻ സ്വപ്നം വളരുകയായിരുന്നു. കടലിന്റെ ആഴങ്ങളിൽ ഒരു സിനിമ ചിത്രീകരിക്കുക, അതായിരുന്നു ദ അബിസ്. ഷൂട്ടിംഗ് നടന്നത് യഥാർത്ഥ വെള്ളത്തിനടിയിൽ. മണിക്കൂറുകളോളം വെള്ളത്തിനടിയിൽ ജോലി ചെയ്ത അഭിനേതാക്കൾ, അപകടങ്ങൾ, പരിക്കുകൾ, വലിയ സാമ്പത്തിക സമ്മർദ്ദം. പലരും പറഞ്ഞു ഇതൊരിക്കലും പൂർത്തിയാകില്ല. പക്ഷേ ജെയിംസ് കാമറൂൺ പിന്നോട്ടില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് കടൽ ഒരു ലൊക്കേഷൻ മാത്രമല്ല, ഒരു വികാരമായിരുന്നു. ആ വികാരമാണ് പിന്നീട് അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സിനിമയിലേക്ക് എത്തിച്ചത്. ജെയിംസ് കാമറൂൺ പ്രഖ്യാപിച്ചു, ഞാൻ ടൈറ്റാനിക് എന്ന സിനിമ ചെയ്യുന്നു. ഹോളിവുഡിൽ ചിരി പടർന്നു. കാരണം ആ സിനിമയുടെ ബജറ്റ് അന്നത്തെ കാലത്ത് കേട്ടുകേൾവിയില്ലാത്തത്ര വലുതായിരുന്നു. ചിലർ അതിനെ പരിഹസിച്ച് വിളിച്ചു മണി സിങ്ക്, അതായത് പണം മുഴുവൻ കടലിൽ മുക്കുന്ന സിനിമ. മാധ്യമങ്ങൾ എഴുതി ഇതാണ് ജെയിംസ് കാമറൂണിന്റെ അവസാന സിനിമ. സ്റ്റുഡിയോ ഉടമകൾ പോലും ഭയന്നു. എന്നാൽ ജെയിംസ് കാമറൂൺ ഒരു വാക്ക് മാത്രം പറഞ്ഞു, കാത്തിരുന്നു കാണൂ. 1997 ഡിസംബർ ലോകമെമ്പാടും ടൈറ്റാനിക് റിലീസ് ചെയ്തു. ആദ്യ ദിനങ്ങളിൽ തണുത്ത പ്രതികരണമായിരുന്നു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞു കളി മാറി. ലോകമെമ്പാടുമുള്ള സകല ജനങ്ങളും ഭാഷാഭേദമന്യേ പ്രായഭേദമന്യേ തിയേറ്ററിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. ടൈറ്റാനിക് ഒരു ആഗോള വികാരമായി മാറുകയായിരുന്നു. 11 ഓസ്കാർ പുരസ്കാരങ്ങൾ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ. വേദിയിൽ നിന്ന് ഓസ്കാർ ഏറ്റുവാങ്ങിയ ശേഷം ജെയിംസ് കാമറൂൺ പറഞ്ഞ ആ വാചകം ഇന്നും സിനിമാ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഐ ആം ദ കിങ് ഓഫ് ദ വേൾഡ്. അത് അഹങ്കാരത്തിന്റെ പ്രഖ്യാപനമായിരുന്നില്ല, വർഷങ്ങളോളം നടത്തിയ പോരാട്ടത്തിന്റെ വിജയഘോഷമായിരുന്നു. ടൈറ്റാനിക് ലോകത്തിലെ ഏറ്റവും വലിയ സിനിമയായി മാറിയപ്പോൾ എല്ലാവരും കരുതി ഇനി ഈ റെക്കോർഡ് ഒരിക്കലും തകരില്ല. പക്ഷേ ആ റെക്കോർഡ് തകർക്കാൻ വന്നത് മറ്റൊരു സംവിധായകനായിരുന്നില്ല, ജെയിംസ് കാമറൂൺ തന്നെ. 10 വർഷത്തെ നിശബ്ദത. പക്ഷെ അതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ടായിരുന്നു. ടൈറ്റാനിക് കഴിഞ്ഞ് വർഷങ്ങളോളം അദ്ദേഹം പുതിയ സിനിമ പ്രഖ്യാപിച്ചില്ല. ഹോളിവുഡിൽ ചോദ്യങ്ങൾ ഉയർന്നു. ജെയിംസ് കാമറൂൺ വിരമിച്ചോ? ഇനി അദ്ദേഹത്തിന് പഴയ മാജിക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലേ? പക്ഷെ ആ ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. കാരണം അദ്ദേഹം സംസാരിക്കുകയായിരുന്നില്ല, അദ്ദേഹം ചരിത്രം തയ്യാറാക്കുകയായിരുന്നു. അവതാർ, സിനിമയുടെ ഭാഷ തന്നെ മാറ്റിയ ചിത്രം. വർഷങ്ങളുടെ ഗവേഷണം, പുതിയ ക്യാമറകൾ, പുതിയ വിഷ്വൽ എഫക്റ്റുകൾ, നിലവിലില്ലാത്ത സാങ്കേതിക വിദ്യകൾ പോലും വികസിപ്പിക്കേണ്ടി വന്നു. ചിലർ പറഞ്ഞു ഇത് ഭ്രാന്താണ്, മറ്റു ചിലർ പറഞ്ഞു ഇത്രയും പണം തിരികെ കിട്ടില്ല. എന്നാൽ 2009 അവതാർ പുറത്തിറങ്ങിയപ്പോൾ ലോകം വീണ്ടും അമ്പരന്നു. പ്രേക്ഷകർ ഒരു സിനിമ കണ്ടില്ല, മറ്റൊരു ലോകത്തേക്ക് യാത്ര ചെയ്തു. അധികം വൈകാതെ ചരിത്രം വീണ്ടും തിരുത്തപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ വീണ്ടും ജെയിംസ് കാമറൂണിന്റെ പേരിലായി. സിനിമ മാത്രമല്ല, സമുദ്രത്തിന്റെ ആഴവും കീഴടക്കിയ മനുഷ്യനായിരുന്നു ജെയിംസ് കാമറൂൺ. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ സമുദ്രഭാഗങ്ങളിൽ ഒന്നായ മരിയാന ട്രെഞ്ചിലേക്ക് ഒറ്റയ്ക്ക് സഞ്ചരിച്ച ആദ്യ വ്യക്തികളിൽ ഒരാളായി അദ്ദേഹം മാറി. മറ്റുള്ളവർ കഥകൾ എഴുതുമ്പോൾ ജെയിംസ് കാമറൂൺ സ്വന്തം ജീവിതം തന്നെ ഒരു കഥയാക്കി മാറ്റുകയായിരുന്നു. ജെയിംസ് കാമറൂൺ ഒരിക്കൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, നിങ്ങളുടെ ലക്ഷ്യം വളരെ ഉയരത്തിൽ വെക്കുക, പരാജയപ്പെട്ടാലും നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ഉയരത്തിലെത്തും. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതം. പരാജയത്തെ അദ്ദേഹം ഒരിക്കലും അവസാനമായി കണ്ടില്ല, അത് അടുത്ത വിജയത്തിലേക്കുള്ള ഒരു പാഠമായാണ് കണ്ടത്. ജീവിക്കാൻ ഡ്രൈവർ ആകേണ്ടി വന്ന ഒരാൾ, കോളേജ് പഠനം പൂർത്തിയാക്കാത്ത യുവാവ്, ആദ്യ സിനിമ പരാജയപ്പെട്ട സംവിധായകൻ, ഇന്ന് ലോക സിനിമയുടെ ചരിത്രം എഴുതിയ മനുഷ്യനായി മാറിയിരിക്കുന്നു. 2025 ഡിസംബർ 19 അവതാർ പരമ്പരയിലെ 3ാമത്തെ സിനിമ അദ്ദേഹം പുറത്തിറക്കി. ഇതിൽ പണ്ടത്തെ കഥാപാത്രങ്ങളായ ജെയ്ക് സുള്ളിയും നെയ്ത്തിരിയും തിരികെ എത്തുന്നു. പുതിയ നാവികോത്രമായ ആഷ് പീപ്പിൾ ഈ ചിത്രത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. അവതാർ 4ഉം 5ഉം തയ്യാറാക്കുന്ന തിരക്കിലാണ് അദ്ദേഹം. ഈ 71ാം വയസ്സിലും 4ാം ഭാഗം 2029-ലും 5ാം ഭാഗം 2031-ലും പുറത്തിറക്കാനാണ് ലക്ഷ്യമിടുന്നത്. ജെയിംസ് കാമറൂണിന്റെ ജീവിതം ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നു, വിജയിക്കുന്നവർക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി ജനിക്കേണ്ട കാര്യമില്ല. എന്നാൽ മറ്റുള്ളവർ ചെയ്യാത്തത്ര കഠിനമായി സ്വന്തം സ്വപ്നത്തിനു വേണ്ടി നമ്മൾ പോരാടേണ്ടിയിരിക്കുന്നു. അതാണ് ജെയിംസ് കാമറൂൺ എന്ന വലിയ മനുഷ്യന്റെ കഥ.